അപ്പൊ നമ്മൾ ഭരണഘടനയിലെ ഭാഗം 2 നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഭരണഘടനയിലെ ഭാഗം 2 നമ്മൾ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഭരണഘടനയിലെ ആകെ എത്ര ഭാഗങ്ങളുണ്ട് ഭരണഘടനയ്ക്ക്? ജസ്റ്റ് ഒന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞതാ എങ്കിലും റിപ്പീറ്റ് ചെയ്ത്. നിലവിൽ ഭരണഘടനയിൽ എത്ര ഭാഗങ്ങളുണ്ട്? 25 ഭാഗങ്ങളാണ് നിലവിൽ ഏതിനകത്തുള്ളത്? ഭരണഘടനയിലുള്ളത്. എന്തുപറ്റി? യെസ്, 25 ഭാഗങ്ങളാണ് നിലവിൽ ഏതിനകത്തുള്ളത്? ഭരണഘടനയിൽ ഉള്ളത്. ഓക്കെ, എത്ര ഭാഗമുണ്ട്? 25 ഭാഗങ്ങളുണ്ട്. അതിൽ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഭാഗം 2 ഭാഗം 2 പറയുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? ഭാഗം 2 പറയുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? പൗരത്വത്തെ പറ്റിയിട്ടാണ്. ഏതിനകത്ത് പറയുന്നത്? ഭാഗം 2 പറയുന്നത്. ഭാഗം 2 അപ്പൊ എന്തിനെ പറ്റി പറയുന്നു? പൗരത്വത്തെ പറ്റിയിട്ടാണ്. ഏതിനകത്ത് പറയുന്നത്? ഭാഗം 2 പറയുന്നത്. ഓക്കെ, ഇനി നോക്കണം. ഭാഗം 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ, ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് പൗരത്വത്തെ പറ്റി പരാമർശിക്കുന്ന അനുച്ഛേദങ്ങൾ അല്ലെങ്കിൽ ആർട്ടിക്കിളുകൾ. ഇത്രയേ ഉള്ളൂ. ഭരണഘടനയിലെ ഭാഗം 2 എന്തിനെ പറ്റി പറയുന്നു എന്ന് ചോദിച്ചാൽ പൗരത്വത്തെ പറ്റിയാണ് പറയുന്നത്. ആ ഭാഗം 2 ഉൾപ്പെടുന്ന അനുച്ഛേദങ്ങൾ അല്ലെങ്കിൽ ആർട്ടിക്കിളുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ 5 മുതൽ 11 വരെയാണ്. 5 മുതൽ 11 വരെ, അല്ലെ? അപ്പൊ നമുക്കറിയാം, ഒന്നാമത്തെ ഭാഗം ആർട്ടിക്കിൾ 1 മുതൽ 4 വരെ ആയിരിക്കും. ആർട്ടിക്കിൾ 1 മുതൽ 4 വരെ എന്താണ്? ഭാഗം 1. അതിനെ തുടർച്ചയായിട്ട് വരുന്ന ഭാഗം 2 അനുച്ഛേദങ്ങൾ 5 മുതൽ 11 വരെയാണ്. ഇനി ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് ഏത് തരത്തിലുള്ള പൗരത്വമാണ്? ഏക പൗരത്വമാണ്. ഏത് തരത്തിലുള്ള പൗരത്വമാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഏക പൗരത്വമാണ്. ഒക്കെയാണ്. ഇനി നമ്മൾ ഓർക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏക പൗരത്വം. കാരണം നമ്മുടെ എല്ലാം പൗരത്വം ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും എന്താണ് അവിടെ പറയുന്നത്. പൗരത്വത്തിൽ എന്താണ് പറയുന്നത്? ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു വേർഡാണ് നമ്മുടെയൊക്കെ പൗരത്വ ഭാഗത്ത് ഉള്ളത്. ഓക്കെ ആണല്ലോ. അപ്പം ഇന്ത്യയിൽ ഏത് പൗരത്വം മാത്രമേ ഉള്ളൂ? ഇന്ത്യൻ പൗരൻ എന്ന് പറയുന്ന ഒരു പൗരത്വം മാത്രമാണ്. ഏക പൗരത്വമാണ് ഇന്ത്യ വിഭാവനം ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. എന്നാൽ ഇന്ത്യയിൽ ഇരട്ട പൗരത്വം വേണമെന്ന് നിർദ്ദേശിച്ച ഒരു കമ്മിറ്റി ഉണ്ട്. ഏതാണ് ആ കമ്മിറ്റി? ഇന്ത്യയിൽ ഇരട്ട പൗരത്വം വേണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി ഏതായിരുന്നു? എല്ലാം സിന്ധി കമ്മിറ്റിയാണ്. ഏത് കമ്മിറ്റിയാണ്? ഇത് എന്തോ ഒരു പ്രശ്നം പറ്റി, ഇത് എഴുതാൻ പറ്റത്തില്ല. യെസ്, അപ്പം എല്ലാം സിന്ധി കമ്മിറ്റിയാണ് എന്നു പറയുന്നത്. ഇന്ത്യയിൽ എന്താണ് ഇരട്ട പൗരത്വം വേണമെന്ന് പറഞ്ഞ കമ്മിറ്റി എന്ന് ചോദിച്ചാൽ ഏതാണ്? എല്ലാം സിന്ധി കമ്മിറ്റിയാണ്. എല്ലാം സിന്ധി കമ്മിറ്റിയാണ്, അല്ലെ? എല്ലാം സിന്ധി കമ്മിറ്റി എന്തിനാണ് നിയമിച്ചത്? എല്ലാം സിന്ധി കമ്മിറ്റി എന്തിനു വേണ്ടി നിയമിച്ചതായിരുന്നു? എല്ലാം സിന്ധി കമ്മിറ്റി നിയമിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? വിദേശത്ത് അധിവസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരുടെ പൗരത്വ അവകാശങ്ങളെ പറ്റി പഠിക്കാൻ നിയമിച്ച കമ്മിറ്റിയാണ് എന്ന് പറയുന്നത് എല്ലാം സിന്ധി കമ്മിറ്റി. ഏത് കമ്മിറ്റിയാണ്? എല്ലാം സിന്ധി കമ്മിറ്റി. എല്ലാം സിന്ധി കമ്മിറ്റി. അപ്പൊ ഇന്ത്യ വിഭാവനം ചെയ്യുന്നത് എന്തോന്നാണ്? ഏക പൗരത്വമാണ്. എന്നാൽ ഇരട്ട പൗരത്വം എന്ന ആശയം മുന്നോട്ട് വെച്ച കമ്മിറ്റി ഏതാ? എല്ലാം സിന്ധി കമ്മിറ്റി. ആ എല്ലാം സിന്ധി കമ്മിറ്റിയെ എന്തിനു വേണ്ടിയാണ് നിയമിച്ചത്? അതായത് വിദേശത്ത് അധിവസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരുടെ പൗരത്വ അവകാശങ്ങളെ പറ്റി പഠിക്കാൻ നിയമിച്ച കമ്മിറ്റിയാണ് എന്ന് പറയുന്നത് എല്ലാം സിന്ധി കമ്മിറ്റി. ഇനി പറയാമോ എന്താണ് എല്ലാം സിന്ധി കമ്മിറ്റി നിയമിച്ചത്? എന്താണ്? മുമ്പ് ക്ലാസ് കേട്ട ആളുകൾ ഉണ്ടെങ്കിൽ പറയണേ, എന്നാ എല്ലാം സിന്ധി കമ്മിറ്റി നിയമിച്ചത്? 2000-ലാണ് ഏത് കമ്മിറ്റി നിയമിക്കുന്നത്? എല്ലാം സിന്ധി കമ്മിറ്റി നിയമിക്കുന്നത്. പോയിന്റ് ഓർക്കണം, 2000-ലാണ് ഏത് കമ്മിറ്റി നിയമിക്കുന്നത്? എല്ലാം സിന്ധി കമ്മിറ്റി നിയമിക്കുന്നത് 2000-ലാണ് എന്ന് നോക്കണം. എല്ലാം സിന്ധി കമ്മിറ്റി നിയമിച്ച വർഷം ഏതാണ്? 2000-ആണ്. 2000-ലാണ് ഏത് നിയമിക്കുന്നത്? എല്ലാം സിന്ധി കമ്മിറ്റി. എന്നാൽ എല്ലാം സിന്ധി കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ എന്താണ്? 2002-ലാണ്. എന്നാണ്? 2002. അപ്പൊ എല്ലാം സിന്ധി കമ്മിറ്റി നിയമിച്ചത് 2000-ലും അവര് റിപ്പോർട്ട് സമർപ്പിച്ചത് 2002-ലുമാണ്. ഓക്കെ, എന്തിനാ എല്ലാം സിന്ധി കമ്മിറ്റിയെ നിയമിച്ചത് എന്ന് ചോദിച്ചാൽ വിദേശത്ത് അധിവസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരുടെ പൗരത്വ അവകാശങ്ങളെ പറ്റി പഠിക്കാൻ നിയമിച്ച കമ്മിറ്റിയാണ് എല്ലാം സിന്ധി കമ്മിറ്റി, അല്ലെ? ഇന്ത്യയിൽ ഇരട്ട പൗരത്വം വേണമെന്ന്
നിർദ്ദേശിച്ച കമ്മിറ്റി എന്ന് ചോദിച്ചാൽ ഏതാണ്? LMCV കമ്മിറ്റിയാണ്. ഓക്കെ, ഇനി നമ്മൾ ഏകപൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നാണെന്ന് ചോദിച്ചാൽ ബ്രിട്ടനിൽ നിന്നാണ്. എവിടെ നിന്നാണ്? ബ്രിട്ടൻ. അപ്പം ഏകപൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. എവിടെ നിന്നാണ്? ബ്രിട്ടൻ. അപ്പൊ ഇത്രയും പോയിന്റ് ഓക്കെയാണ്. ഭരണഘടനയിലെ ഭാഗം 2 എന്തിനെ പറ്റി പറയുന്നു? പൗരത്വത്തെ പറ്റി പറയുന്നു. ഭാഗം 2 ഉൾപ്പെടുന്ന അനുച്ഛേദങ്ങൾ അല്ലെങ്കിൽ ആർട്ടിക്കിളുകൾ 5 മുതൽ 11 വരെയാണ്. ഇന്ത്യ വിഭാവനം ചെയ്യുന്നത് ഏത് തരത്തിലുള്ള പൗരത്വമാണെന്ന് ചോദിച്ചാൽ ഏകപൗരത്വമാണ്. ഏകപൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം ബ്രിട്ടനാണ്. ഇനി നോക്കണം, ഇന്ത്യയിൽ പൗരത്വം അനുവദിക്കുന്നത് ആരാണ്? ഇന്ത്യയിൽ പൗരത്വം അനുവദിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ ഇന്ത്യ ഗവൺമെന്റ് ആണ്. ഇന്ത്യ ഗവൺമെന്റ്, മനസ്സിലായോ? അതുപോലെ പൗരത്വം റദ്ദ് ചെയ്യുന്നതും ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഇന്ത്യ ഗവൺമെന്റ് ആണ്. അപ്പൊ ഇന്ത്യയിൽ പൗരത്വം അനുവദിക്കുന്നതും റദ്ദ് ചെയ്യുന്നതും ഇന്ത്യ ഗവൺമെന്റ് ആണ്. ഇന്ത്യ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഏത് വകുപ്പാണ്? കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. അപ്പം നമ്മൾ ഓപ്ഷൻ അനുസരിച്ച് എഴുതണം. ഓപ്ഷനകത്ത് ഇന്ത്യ ഗവൺമെന്റ് എന്നാണെങ്കിൽ നമുക്ക് ആ ഉത്തരത്തിലേക്ക് പോകാവുന്നതാണ്. അതിനു പകരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എന്നാണെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്ഷനിലേക്ക് പോകാവുന്നതാണ്. അപ്പൊ ഇന്ത്യയിൽ പൗരത്വം നൽകുന്നത് റദ്ദ് ചെയ്യുന്നതും ആണെന്ന് വെച്ചാൽ ഇന്ത്യ ഗവൺമെന്റ് ആണ്. ഇത്രയും ഓക്കെയാണ്? ഓക്കെയാണോ? ഇനി നോക്ക്, നമുക്ക് ഏതൊക്കെ രീതിയിൽ പൗരത്വം ലഭിക്കും അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ പൗരത്വം നഷ്ടപ്പെടും എന്നെവിടെ പറഞ്ഞിട്ടില്ല? നമ്മുടെ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടില്ല. ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പൗരത്വം ഏറ്റെടുക്കുന്നതിനെ പറ്റിയോ നഷ്ടപ്പെടുന്നതിനെ പറ്റിയോ ഉള്ള കാര്യങ്ങൾ ഭരണഘടനയിൽ എന്ത് ചെയ്തിട്ടില്ല? പ്രതിപാദിച്ചിട്ടില്ല. അപ്പൊ ഇത് പിന്നെ എവിടാ പറയുന്നത്? പൗരത്വം ഏറ്റെടുക്കുന്നതിനെ സംബന്ധിച്ചും പൗരത്വം നഷ്ടപ്പെടുന്നതിനെ സംബന്ധിച്ചുമുള്ള കാര്യങ്ങൾ എവിടാ പറയുന്നത്? അത് പൗരത്വ നിയമത്തിലാണ് പറയുന്നത്. എവിടാ പറയുന്നത്? പൗരത്വ നിയമം. ഇന്ത്യൻ പാർലമെന്റ് എന്നാണ് പൗരത്വ നിയമം പാസ്സാക്കിയത്? ഇടയിൽ നോക്ക്, 1955. 1955 പൗരത്വ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത്. അപ്പൊ പൗരത്വ നിയമം ഏത് വർഷം? 1955. നിങ്ങൾക്ക് ഒരു പോയിന്റോടെ ഞാൻ തരികയാണ്. അൺടച്ചബിലിറ്റീസ് ആക്ട് ഏത് വർഷമാണ്? അൺടച്ചബിലിറ്റീസ് ആക്ട്, തൊട്ടുകൂടായ്മ ദിനം, തൊട്ടുകൂടായ്മ നിയമം 1955 തന്നെയാണ്. അപ്പൊ പൗരത്വ നിയമവും അൺടച്ചബിലിറ്റീസ് ആക്ടും ഏത് വർഷമാണ്? 1955. അപ്പൊ നമ്മളിവിടെ പഠിച്ച പോയിന്റ് ഒന്ന് ഓർത്ത് നോക്കി. 1955 പൗരത്വ നിയമം അനുസരിച്ചാണ് ഏതൊക്കെ രീതിയിൽ ഇന്ത്യൻ പൗരന്മാർക്ക് പൗരത്വം ലഭിക്കുമെന്നും ഏതൊക്കെ രീതിയിൽ നഷ്ടപ്പെടുമെന്നും പരാമർശിച്ചിരിക്കുന്നത്. ഇത്ര ഓക്കെയാണോ? അപ്പൊ ഏതൊക്കെ രീതിയിൽ നമുക്ക് പൗരത്വം ലഭിക്കും, ഏതൊക്കെ രീതിയിൽ പൗരത്വം നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഭരണഘടനയിലല്ല, മറിച്ച് എവിടെയാണ്? പൗരത്വ നിയമത്തിലാണ്. 1955 പൗരത്വ നിയമം. ഇത്രയും നിങ്ങൾ ക്ലിയർ ചെയ്തേ. ഭരണഘടനയുടെ ഭാഗം 2 എന്തിനെ പറ്റിയാ പറയുന്നത്? പൗരത്വത്തെ പറ്റി പറയുന്നു. ഭാഗം 2 ഉൾക്കൊള്ളുന്ന അനുച്ഛേദങ്ങൾ ചോദിച്ചാൽ 5 മുതൽ 11 വരെയാണ്. ഇനി നോക്കണം, ഇന്ത്യ വിഭാവനം ചെയ്യുന്നത് ഏത് തരത്തിലുള്ള പൗരത്വമാണ്? ഏകപൗരത്വമാണ്. ഏകപൗരത്വം എന്ന ആശയം നാം കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. എന്നാൽ ഇന്ത്യയിൽ ഇരട്ട പൗരത്വം നൽകണം എന്ന് ശുപാർശ നൽകിയ കമ്മിറ്റി ഏതാണ്? LMCV കമ്മിറ്റിയാണ്. LMCV കമ്മിറ്റിയെ നിയമിച്ച വർഷം പറയട്ടെ? 2000 2000 LMCV കമ്മിറ്റിയെ നിയമിച്ചത്. LMCV കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം ഏതാ? 2002. ഇനി എന്തിനാണ് നമ്മൾ LMCV കമ്മിറ്റിയെ നിയമിച്ചത്? വിദേശത്ത് അധിവസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരുടെ പൗരത്വ അവകാശങ്ങളെ പറ്റി പഠനം നടത്താൻ നിയമിച്ച കമ്മിറ്റിയാണ് ഏത്? LMCV കമ്മിറ്റി. സെറ്റാണ്. ഇനി നമ്മൾ പഠിക്കണം, ഭരണഘടന എടുത്താൽ ആ ഭരണഘടനയിൽ ഏതെല്ലാം രീതിയിൽ നമുക്ക് പൗരത്വം ലഭിക്കുമെന്നോ ഏതെല്ലാം രീതിയിൽ പൗരത്വം നഷ്ടപ്പെടുമെന്നോ എന്ത് ചെയ്തിട്ടില്ല? പരാമർശിച്ചിട്ടില്ല. പിന്നെ അതിനെപ്പറ്റി പറയുന്നതോ 1955 പൗരത്വ നിയമത്തിലാണ്. 1955 പാർലമെന്റ് എന്ത് പാസ്സാക്കുന്നത്? പൗരത്വ നിയമം പാസ്സാക്കുന്നത്. പൗരത്വ നിയമം അനുസരിച്ച് 1955 പൗരത്വ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് 5 രീതിയിൽ പൗരത്വം ലഭിക്കും. അപ്പം എത്ര രീതിയിൽ നമുക്ക് പൗരത്വം ലഭിക്കും എന്ന് ചോദിച്ചാൽ 5 രീതിയിൽ എന്ത് ലഭിക്കുന്നതാണ്? പൗരത്വം ലഭിക്കുന്നതാണ്. അപ്പം പൗരത്വം ലഭിക്കുന്ന രീതികളുടെ എണ്ണം 5 ആണ്. ഓക്കെ, ഇനി എത്ര രീതിയിൽ നഷ്ടപ്പെടും എന്ന് ചോദിച്ചാൽ
3 രീതിയിൽ. എത്ര രീതിയിലാണ്? 3 രീതിയിൽ. ക്ലിയറായി പഠിക്കുന്നു. ലഭിക്കുന്നത് 5 രീതിയിലും നഷ്ടപ്പെടുന്നത് 3 രീതിയിലുമാണ്. ഇവിടുന്ന് PSC അവ ചോദ്യം ചോദിക്കും. എന്താണെന്ന് അറിയാവോ? തന്നിരിക്കുന്നവയിൽ പൗരത്വം ലഭിക്കുന്ന മാർഗങ്ങളിൽ പെടാത്തത് മനസ്സിലായി എന്ന രീതിയിൽ ചോദിക്കാമെന്നല്ല PSC എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തറിയണം? ഏതൊക്കെ രീതിയിലാണ് നമുക്ക് പൗരത്വം ലഭിക്കുന്നത് എന്ന് ക്ലിയർ ആയി പഠിക്കണം. ഒന്നാമത്തെ രീതി ജന്മസിദ്ധമായ രീതി അല്ലെങ്കിൽ ബൈ ബർത്ത്. ജന്മസിദ്ധമായ രീതിയിൽ നമുക്ക് ഈ പറഞ്ഞ പൗരത്വം ലഭിക്കും. 2, പിന്തുടർച്ച വഴി നമുക്ക് എന്ത് ലഭിക്കാവുന്നതാണ്? പൗരത്വം ലഭിക്കാവുന്നതാണ്. അപ്പൊ 1 ജന്മസിദ്ധമായ രീതിയിലൂടെ ലഭിക്കാം. 2 പിന്തുടർച്ച വഴി നമുക്ക് എന്ത് ലഭിക്കാം? പൗരത്വം ബൈ ഡെസെന്റ്. 3 രജിസ്ട്രേഷൻ വഴി എന്ത് ലഭിക്കാവുന്നതാണ്? നമുക്ക് പൗരത്വം ലഭിക്കാവുന്നതാണ്. അപ്പൊ മൂന്നാമത്തെ വഴി എന്താണ്? രജിസ്ട്രേഷൻ. 4 ചിരകാല അധിവാസം. ചിരകാല അധിവാസം, ചിരകാല വാസം മൂലം അല്ലെങ്കിൽ ചിരകാല അധിവാസം മൂലം നമുക്ക് എന്ത് ലഭിക്കാവുന്നതാണ്? പൗരത്വം ലഭിക്കാവുന്നതാണ് ബൈ നാച്ചുറലൈസേഷൻ. അടുത്ത വരുന്നതാണ് പ്രദേശ സംയോജനം മൂലം. പ്രദേശ സംയോജനം. അപ്പൊ 5 എന്ന് പറഞ്ഞു നോക്കി. 1 ജന്മസിദ്ധമായ രീതി, 2 പിന്തുടർച്ച വഴി, 3 രജിസ്ട്രേഷൻ വഴി, 4 ചിരകാല അധിവാസം വഴി, 5 പ്രദേശ സംയോജനം വഴി. ഇത്രയും കിട്ടിയോ? ബൈ ബർത്ത്, ബൈ ഡെസെന്റ്, ബൈ രജിസ്ട്രേഷൻ, ബൈ നാച്ചുറലൈസേഷൻ, ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറീസ്. ഇനി നമുക്ക് ഓരോ രീതിയും പഠിക്കാം. ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് പറയാം എന്താണ് എന്നുള്ളത്, എന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് നമുക്ക് തൊട്ടടുത്ത് കയറാം. ജന്മസിദ്ധമായ രീതി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നമുക്കൊക്കെ പൗരത്വം ലഭിച്ച വഴിയാണ് ജന്മസിദ്ധമായ രീതി എന്ന് പറഞ്ഞാലോ, നമ്മൾ ഇന്ത്യയിൽ ജനിച്ചുകൊണ്ട് നമുക്ക് എന്ത് ലഭിച്ചു? ഇന്ത്യൻ പൗരത്വം ലഭിച്ചു. ഒന്ന് ഓക്കെയാണ്. 2 പിന്തുടർച്ച വഴിയുള്ള പൗരത്വം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മാതാപിതാക്കൾ ഇന്ത്യക്കാരാണ്. മാതാപിതാക്കൾ ഇന്ത്യക്കാരാണ്. പക്ഷെ നമ്മൾ ഒരുപക്ഷെ വിദേശത്ത് ജനിച്ചാലും ഈ രീതിയിൽ നമുക്ക് എന്ത് ലഭിക്കുന്നതാണ്? പൗരത്വം ലഭിക്കുന്നതാണ്. 3 രജിസ്ട്രേഷൻ. എന്താണ് രജിസ്ട്രേഷൻ വഴി? ഒന്നുമില്ല. ഇന്ത്യൻ പൗരത്വം നേടുന്നതിന് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന നടപടി ക്രമത്തിലൂടെ നമുക്ക് എന്ത് ലഭിക്കുന്നു? പൗരത്വം ലഭിക്കുന്നു. മനസ്സിലായോ? അതായത് വിദേശിയായിരിക്കും, അദ്ദേഹം എന്ത് ചെയ്യും? ഇന്ത്യയിലെ പൗരത്വത്തിന് വേണ്ടിയിട്ട് ഒരു അപേക്ഷ പൂരിപ്പിച്ചുകൊണ്ട് രജിസ്ട്രേഷൻ നടത്തുന്നു. മനസ്സിലായോ? ഇനി അത് എങ്ങനെയുള്ളവർക്കാണ് കിട്ടുന്നത് എന്നൊക്കെ നമ്മൾ താഴെ ചർച്ച ചെയ്യും. അടുത്ത ചിരകാല അധിവാസം. അതായത് ഇന്ത്യയിലേക്ക് ഏതെങ്കിലും ഒരു വിദേശി വരികയാണ്. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ എന്ത് ചെയ്യുന്നു? ജോലി നോക്കി വരുന്നു. ജോലി നോക്കി വരുന്ന അദ്ദേഹം ഒരുപാട് വർഷം, മീൻസ് എത്ര വർഷമാണ്? താഴേക്ക് പറയും 14 വർഷമാണ്. അത്രയും വർഷം ഇന്ത്യയിൽ താമസിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്ത് ലഭിക്കുന്നു? പൗരത്വം ലഭിക്കുന്നു. അതാണ് ചിരകാല അധിവാസം. പ്രദേശ സംയോജനം. ഏതെങ്കിലും ഒരു പ്രദേശം ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുന്ന സമയത്ത് ആ പ്രദേശത്ത് അധിവസിക്കുന്നവർക്ക് പൗരത്വം ലഭിക്കുന്ന രീതിയാണ് പ്രദേശ സംയോജനം. 5 ഏകദേശം ഒരു ഐഡിയ വന്നോ നിങ്ങൾക്ക്? ഏകദേശം ഒരു ഐഡിയ വന്നല്ലോ. വന്നെങ്കിൽ നമുക്ക് ഓരോന്നും ഒന്ന് പരിശോധിക്കാം. ഓക്കെ, അതിനു മുമ്പിട്ട് തൊട്ട് താഴെ ഞാൻ നഷ്ടപ്പെടുന്ന രീതിയുടെ എഴുതിയിട്ടുണ്ട്. അതുകൂടെ ഒന്ന് കാണാം നമുക്ക്. ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് 1955 പൗരത്വ നിയമം അനുസരിച്ച് ഇന്ത്യൻ പൗരന്മാർക്ക് 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടും. ഏതൊക്കെ? 1 പരിത്യാഗം. ആ വേർഡ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി. പരിത്യാഗം അഥവാ റിനൻസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സ്വമേധയാ ഒരു കാര്യം ഉപേക്ഷിക്കുമ്പോഴാണ് ഇതിനെ പരിത്യാഗം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലായി, ഏതെങ്കിലും ഒരു വ്യക്തി സ്വമേധയാ എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിന്റെ പൗരത്വം റദ്ദ് ചെയ്യുകയാണ്. അടുത്ത് വരുന്നതാണ് നിർത്തലാക്കൽ. സ്വന്തമായിട്ടായിരിക്കത്തില്ല, ഏതോ ഒരു വ്യക്തി ചെയ്യുന്നു, മറ്റാരുമല്ല, നമ്മുടെ ഗവൺമെന്റ് പൗരത്വം നിർത്തലാക്കുന്നു. അടുത്തത് പൗരത്വ അപഹാരം. അപ്പൊ അപഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കൊടുക്കാത്ത ഒരു സാധനം പിടിച്ചു വാങ്ങുന്നത് പോലെ. അതാണ് എന്ന് പറയുന്നത് പൗരത്വ അപഹാരം അല്ലെങ്കിൽ ഡെപ്രിവേഷൻ എന്ന് പറയുന്നത്. അപ്പം നഷ്ടപ്പെടുന്ന 3 രീതികൾ: പരിത്യാഗം, നിർത്തലാക്കൽ, പൗരത്വ അപഹാരം. റിനൻസിയേഷൻ, ടെർമിനേഷൻ, ഡെപ്രിവേഷൻ. ഇത്രയും ഓക്കെയാണോ? ഓക്കെയാണോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെയാണ്. യെസ്. എങ്കിൽ നമുക്ക് ഓരോന്നും ഒന്ന് പരിശോധിക്കാം. 1 ജന്മസിദ്ധമായ പൗരത്വം. ജന്മസിദ്ധമായ രീതിയിലെ പൗരത്വം എന്താണെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ഇന്ത്യ ജനിക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ലഭിക്കുന്നതാണ്? പൗരത്വം ലഭിക്കുന്നതാണ്. എങ്കിലും അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് ഇങ്ങനെയാണ്. 1950 ജനുവരി 26 മുതൽ
1987 ജൂലൈ 1 വരെ. മനസ്സിലായി? ഈ 2 ഡേറ്റും അതിനകത്ത് ഉൾപ്പെടുന്നതാണ്. 1950 ജനുവരി 26 മുതൽ 1987 ജൂലൈ 1 ഇതുവരെയുള്ള ഒരു കാലഘട്ടം ഒന്നാമത്തെ ഒരു കാലഘട്ടമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. 1950 ജനുവരി 26 ശേഷമോ അതല്ലെങ്കിൽ 1987 ജൂലൈ 1 മുൻപോ ഇന്ത്യയിൽ ആര് ജനിച്ചാലും അവർക്കെല്ലാം ഇന്ത്യൻ പൗരത്വം കിട്ടും. അവിടെ അവരുടെ മാതാപിതാക്കൾ ഏത് രാജ്യക്കാരാണ് എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല. ക്ലിയർ ആയോ? 1950 ജനുവരി 26 ശേഷമോ 1987 ജൂലൈ 1 മുമ്പോ ഇന്ത്യയിൽ ഏതൊരു പൗരൻ ജനിച്ചാലും അയാളുടെ മാതാപിതാക്കൾ ഏത് രാജ്യക്കാരനായിരുന്നാലും അദ്ദേഹത്തിന് എന്ത് ലഭിക്കും? ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതാണ്. അപ്പൊ ഒന്നാമത്തെ കാലഘട്ടം ആദ്യം പഠിക്കണം. 1950-87 പഠിച്ചു. 1950 ജനുവരി 26 മുതൽ 1987 ജൂലൈ 1 വരെ ആ ഒരു കാലഘട്ടം നമ്മൾ എടുക്കണം. ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെ പഠിക്കേണ്ടത്. ആ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇന്ത്യ റിപ്പബ്ലിക് ആയിരിക്കുകയാണ്. ആ സമയത്ത് വിദേശികൾ ഇവിടെയുണ്ട്. കുറെ വിദേശികൾ ചിലപ്പോൾ തിരിച്ചു പോയിട്ടുണ്ടാവാം. കുറെ വിദേശികൾ ഇന്ത്യയിൽ ചിലപ്പോൾ വിവാഹം കഴിച്ച് ഇവിടെ കൂടിയിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ ഉള്ള ആളുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ജനിക്കുന്നവർ അവർ ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കാൻ തീരുമാനിച്ചിരിക്കാം. അവർക്കൊക്കെ ജനിക്കുന്ന കുട്ടികൾ അവർ ഇന്ത്യയിൽ ജനിച്ചാൽ അവരുടെ മാതാപിതാക്കൾ വിദേശികളാണെങ്കിൽ പോലും അവർക്ക് ഇന്ത്യയിൽ എന്ത് കിട്ടും? പൗരത്വം കിട്ടുന്നതാണ്. സിമ്പിളാണ്. 1950 ജനുവരി 26 1987 ജൂലൈ 1 മുമ്പോ ജനിച്ച ഏതൊരു വ്യക്തിക്കും അവരുടെ മാതാപിതാക്കൾ ഏത് രാജ്യക്കാരായാലും ഇന്ത്യയിൽ എന്ത് കിട്ടുന്നതാണ്? പൗരത്വം ലഭിക്കുന്നതാണ്. ഇനി അടുത്തൊരു കാലഘട്ടം 1987 ജൂലൈ 1 ശേഷം അതല്ലെങ്കിൽ 2004 ഡിസംബർ 3 മുൻപ് ഈ ഒരു കാലഘട്ടം. മനസ്സിലായോ? 1987 മുതൽ 2004 വരെയുള്ള ഒരു കാലഘട്ടം. ഈ ഒരു കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ് മാതാപിതാക്കളിൽ 2 പേരും ഇന്ത്യക്കാരെന്ന് ഓവണ്ട. അവർക്ക് ഇന്ത്യ ജനിച്ചാൽ തന്നെ പൗരത്വം കിട്ടും. എന്നാൽ 87 ശേഷം സ്ഥിതി മാറി. എന്താണ്? 87 2004 ഇടയിൽ ജനിച്ച ആളുകളെ സംബന്ധിച്ച് മീൻസ് ഇപ്പൊ ഈ ക്ലാസ് കേൾക്കുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷം ആളുകളും ജനിച്ച ഒരു കാലഘട്ടമായിരിക്കാം. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് പൗരത്വം അവർക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ഇന്ത്യക്കാരനാണ്. മനസ്സിലായോ? അപ്പൊ 87 മുതൽ 2004 വരെയുള്ള കാലഘട്ടം എന്താണ് പറയുന്നത്? മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്താൽ മതി? ഇന്ത്യക്കാരനായാലും അവർക്ക് എന്ത് കിട്ടും? ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതാണ്. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ അടുത്ത കേട്ടോ. 2004 ശേഷം മീൻസ് 2004 ഡിസംബർ 3 ശേഷം 2004 ഡിസംബർ 3 അതിനുശേഷമോ ഇന്ത്യയിൽ ജനിക്കുന്ന ഏതൊരാൾക്കും ഇന്ത്യൻ പൗരത്വം കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്ന് അറിയാവൂടെ? അവരുടെ മാതാപിതാക്കൾ 2 പേരും ഇന്ത്യക്കാരായിരിക്കണം. അവരുടെ മാതാപിതാക്കൾ 2 പേരും ഇന്ത്യക്കാരായിരിക്കണം. ഇത്രയും മനസ്സിലായോ? നോക്ക്, നമ്മൾ കാലഘട്ടത്തിൽ ഒന്ന് എടുക്കണം. 50 to 87, 87 to 2004, 2004 ശേഷം 1950 ജനുവരി 26 മുതൽ 1987 ജൂലൈ 1 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ആര് ജനിച്ചാലും അവരുടെ മാതാപിതാക്കൾ ഏത് രാജ്യക്കാരായാലും അവർക്ക് എന്ത് കിട്ടുന്നു? ഇന്ത്യൻ പൗരത്വം കിട്ടുന്നു. 87 2004 87 ജൂലൈ 1 മുതൽ 2004 ഡിസംബർ 3 വരെയുള്ള കാലഘട്ടം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും അവിടെ മാതാപിതാക്കളിൽ ഒരാൾ ആരാകണം? അവിടെ ഇന്ത്യക്കാരാകണം. ഓക്കെ ആണോ? ഓക്കെയാണ്. 2004 ശേഷം അവസ്ഥ എന്താണ്? മാതാപിതാക്കൾ 2 പേരും ഇന്ത്യക്കാരായാൽ മാത്രമാണ് അവർക്ക് എന്ത് കിട്ടുക? ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നത്. ഇനി നേരെ നോക്ക്, കുടിയേറ്റക്കാരെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനാണ്, മറ്റേയാൾ അനധികൃത കുടിയേറ്റക്കാരനാണ്. ഇന്ത്യ ഗവൺമെന്റ് ആ ആളിനെ ഒരു കുടിയേറ്റക്കാരനായിട്ട് അംഗീകരിച്ചിട്ടില്ല. അനധികൃത കുടിയേറ്റക്കാരനാണ് എങ്കിൽ പൗരത്വം ലഭിക്കത്തില്ല. മറിച്ച് മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനും മറ്റേയാൾ അംഗീകൃത കുടിയേറ്റക്കാരനുമാണെങ്കിൽ ഇന്ത്യൻ പൗരത്വം കിട്ടും. ക്ലിയറായിട്ട് മനസ്സിലായി? എങ്ങനെയാണല്ലോ പറഞ്ഞത്? മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യക്കാരൻ, മറ്റേയാൾ അനധികൃത കുടിയേറ്റക്കാരൻ എങ്കിൽ പൗരത്വം കിട്ടത്തില്ല. പൗരത്വം കിട്ടണമെങ്കിലോ ഒരാൾ ഇന്ത്യക്കാരനാണ്, തൊട്ടടുത്താൽ അംഗീകൃത കുടിയേറ്റക്കാരനാണ്, ഗവൺമെന്റ് അംഗീകരിച്ച കുടിയേറ്റക്കാരനാണെങ്കിൽ ഉറപ്പായിട്ടും ആളിന് എന്ത് കിട്ടുന്നതാണ്? പൗരത്വം ലഭിക്കുന്നതാണ്. അപ്പം ഒന്നാമത്തെ ഭാഗം ഓക്കെയാണ്. ജന്മസിദ്ധമായ രീതി
സെറ്റായിട്ട് നമ്മൾ പഠിച്ചു. ഇനി പിന്തുടർച്ച വഴിയുള്ള പൗരത്വം. ഇവിടെയും നമ്മൾ കാലഘട്ടത്തെ 3ആയി തിരിച്ചു വെക്കണം. ഓക്കെ, തുടക്കം ഭരണഘടന നിലവിൽ വന്ന അതേ തീയതിയാണ് 1950 ജനുവരി 26. 1950 ജനുവരി 26. 1956 ജനുവരി 26 അതിനുശേഷമോ? എന്നാൽ 1992 ഡിസംബർ 10 മുൻപോ ഇന്ത്യക്ക് പുറത്തൊരാൾ ജനിക്കുകയാണ്. ഇന്ത്യക്ക് പുറത്തൊരാൾ ജനിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പിതാവ് ഇന്ത്യക്കാരനായിരിക്കണം. ആ പോയിന്റ് ഓർത്തോണേ, ആരെങ്കിലും ഒരാളല്ല, പിതാവ് ഇന്ത്യക്കാരനായിരിക്കണം. മനസ്സിലായോ? ഡിസംബർ 10 പ്രത്യേകത എന്താണ്? ഡിസംബർ 10 പ്രത്യേകത എന്ത് ദിനമാണ്? ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനം. ലോക മനുഷ്യാവകാശ ദിനമാണ്. ഓക്കെ, അപ്പം അത് വെച്ച് ഓർത്തോണം കേട്ടോ. 1950 ജനുവരി 26 അതിനുശേഷം 1992 ഡിസംബർ 10 മുമ്പോ ഇന്ത്യക്ക് പുറത്ത് ഏതെങ്കിലും ഒരു വ്യക്തി ജനിച്ചാൽ ആ വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പിതാവാരായിരിക്കണം? ഇന്ത്യക്കാരൻ ആയിരിക്കണം. ക്ലിയർ ആണോ? എന്നാൽ 1992 ഡിസംബർ 10 അതിനുശേഷമോ? പിന്നെ നമ്മൾ കാലഘട്ടം എടുത്താൽ 2004 ഡിസംബർ 3. നേരത്തെ എടുത്തപ്പോഴും 2004 ഡിസംബർ 3 ഇവിടെയും 2004 ഡിസംബർ 3. ഈ 2004 ഡിസംബർ 3 മുൻപ് അല്ലെങ്കിൽ 1992 ഡിസംബർ 10 ശേഷം ഈ ഒരു സമയത്താണ് ഇന്ത്യക്ക് പുറത്ത് ജനിക്കുന്നത് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനായാൽ മതി. തുടക്കത്തിൽ പറഞ്ഞ് ഈ എന്താണ് 1950 ജനുവരി 26 മുതൽ 1992 വരെയുള്ള കാലഘട്ടം ഡിസംബർ 10 വരെയുള്ള കാലഘട്ടം എടുത്താൽ അവിടെ പിതാവ് ഇന്ത്യക്കാരനായാൽ മാത്രമേ പൗരത്വം കിട്ടൂ. 2004 ഡിസംബർ 3 ശേഷം 1992 ഡിസംബർ 10 മുതൽ 2004 ഡിസംബർ 3 വരെയുള്ള കാലഘട്ടം നമ്മൾ പരിശോധിച്ചാൽ അവിടെ മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനായാൽ മതി. എന്നാൽ 2004 ഡിസംബർ 3 ശേഷം നമ്മൾ എടുക്കുകയാണെന്ന് വെച്ചു. 2004 ഡിസംബർ 3 ശേഷം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നോക്ക്, മാതാപിതാക്കളിൽ രണ്ടുപേരും ഇന്ത്യക്കാരാണ്. പക്ഷെ കുട്ടി ജനിക്കുന്നത് ഇന്ത്യക്ക് പുറത്താണ്. അതായത് ഇന്ത്യക്കാരായ മാതാപിതാക്കൾ അവർക്ക് കുട്ടി എവിടെ ജനിക്കുകയാണ്? ഇന്ത്യക്ക് പുറത്ത് ജനിക്കുകയാണ്. എങ്കിൽ ഒരിക്കലും അവർക്ക് എന്ത് കിട്ടത്തില്ല? ഇന്ത്യൻ പൗരത്വം കിട്ടത്തില്ല. മനസ്സിലായി? എന്ന് പറഞ്ഞാൽ ഏത് വഴിയാ കിട്ടത്തില്ല എന്ന് പറയുന്നത്? പിന്തുടർച്ച വഴി കിട്ടത്തില്ല. പിന്തുടർച്ച വഴി എന്ത് കിട്ടത്തില്ല? പൗരത്വം കിട്ടത്തില്ല. ഇനി അവർക്ക് പൗരത്വം കിട്ടണം എന്നുണ്ടെങ്കിൽ ജനിച്ച് ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യൻ കോൺസുലേറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇന്ത്യൻ കോൺസുലേറ്റിൽ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. 2004 ഡിസംബർ 3 ശേഷം മാതാപിതാക്കളിൽ രണ്ടുപേരും ഇന്ത്യക്കാരായാലും ഇന്ത്യക്ക് പുറത്തൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് പൗരത്വം കിട്ടത്തില്ല. കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവര് ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യൻ കോൺസുലേറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? രജിസ്ട്രേഷൻ വഴി പൗരത്വം. ഇനി ആർക്കൊക്കെയാണ് രജിസ്ട്രേഷൻ വഴി പൗരത്വം കിട്ടുന്നത്? നോക്കാം. രജിസ്ട്രേഷന് അപേക്ഷിക്കുന്നതിന് 7 വർഷം മുമ്പ് ഇന്ത്യയിൽ താമസം ഉറപ്പിച്ച ഇന്ത്യൻ വംശജൻ. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്ക്, നേരത്തെ നമ്മൾ പറഞ്ഞ് പിന്തുടർച്ച വഴി പൗരത്വം ലഭിക്കേണ്ട ആളാണ്. മനസ്സിലായോ? അത് എന്ത് ചെയ്യണം? പിന്തുടർച്ച വഴി പൗരത്വം ലഭിക്കണമെങ്കിൽ വിദേശത്ത് ജനിച്ച് ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യൻ കോൺസുലേറ്റിൽ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ ചെയ്യാത്ത പക്ഷം അദ്ദേഹത്തിന് ഏത് വഴി കിട്ടത്തില്ല? പിന്തുടർച്ച വഴി പൗരത്വം കിട്ടത്തില്ല. പിന്നെ അദ്ദേഹത്തിന് പൗരത്വം കിട്ടാനുള്ള വഴി എന്ന് പറയുന്നത് രജിസ്ട്രേഷനാണ്. മനസ്സിലായോ? അങ്ങനെ രജിസ്ട്രേഷൻ വഴി പൗരത്വം അദ്ദേഹത്തിന് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഈ രജിസ്ട്രേഷനുള്ള അപേക്ഷ നൽകുന്നതിന് 7 വർഷം മുമ്പ് എന്ത് ചെയ്തിരിക്കണം? ഇന്ത്യയിൽ അദ്ദേഹം താമസം ഉറപ്പിച്ചിരിക്കണം. ക്ലിയർ ആണോ? അടുത്തത്, അവിഭക്ത ഇന്ത്യക്ക് പുറത്ത് താമസിച്ചിരിക്കുന്ന ഇന്ത്യൻ വംശജൻ. മനസ്സിലായോ? ഇന്ത്യൻ വംശജനായ ഒരു വ്യക്തി ഇന്ത്യക്ക് പുറത്ത് താമസിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് എന്ത് ചെയ്യാവുന്നതാണ്? ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത, ഇന്ത്യൻ പൗരത്വമുള്ള വ്യക്തിയുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട ആള്. അങ്ങനെയുള്ള ആളിനും ഈ അപേക്ഷ നൽകുന്നതിന് 7 വർഷം മുമ്പ് എന്ത് ചെയ്തിരിക്കണം? അവർ ഇന്ത്യയിൽ താമസം ഉറപ്പിച്ചിരിക്കണം. അവർ ഇന്ത്യയിൽ എന്ത് ചെയ്തിരിക്കണം? അവിടെ താമസം ഉറപ്പിച്ചിരിക്കണം. അപ്പൊ 3 കാറ്റഗറി കിട്ടിയോ? രജിസ്ട്രേഷന് അപേക്ഷ നൽകുന്നതിന് 7 വർഷം മുമ്പ് ഇന്ത്യയിൽ വരുന്ന ആളിന്, അവിഭക്ത ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഇന്ത്യൻ വംശജൻ, ഇന്ത്യൻ പൗരത്വമുള്ള വ്യക്തിയുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട പൗരത്വ അപേക്ഷ നൽകുന്നതിന് വിവാഹത്തിൽ ഏർപ്പെട്ട വ്യക്തിയും അതുപോലെ പൗരത്വ അപേക്ഷ നൽകുന്നതിന് 7 വർഷം മുമ്പ് ഇന്ത്യയിൽ
താമസം ഉറപ്പിച്ച വ്യക്തികൾ. അടുത്തത് ഇന്ത്യൻ പൗരന്മാരായ വ്യക്തികളുടെ പ്രായപൂർത്തിയാകാത്ത അല്ലെങ്കിൽ പ്രായപൂർത്തിയായ കുട്ടികൾ ആരായാലും അവർക്കും രജിസ്ട്രേഷൻ വഴി എന്ത് ലഭിക്കാവുന്നതാണ്? പൗരത്വം ലഭിക്കാവുന്നതാണ്. മനസ്സിലായോ? അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വിദേശത്ത് ജനിച്ചൊരു കുട്ടി ഇന്ത്യയിലെ മാതാപിതാക്കളുടെ കുട്ടിയാണ്, പക്ഷെ അദ്ദേഹത്തിന് പിന്തുടർച്ച വഴി പൗരത്വം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്? ഈ രജിസ്ട്രേഷൻ വഴി എന്ത് നേടാവുന്നതാണ്? പൗരത്വം നേടാവുന്നതാണ്. മനസ്സിലായോ? അടുത്ത പ്രായപൂർത്തിയായ പൗരത്വ അപേക്ഷകൻ എന്ന് തിരുത്തിക്കോണം. പൗരത്വാപേക്ഷകൻ തിരുത്തണം. പൗരത്വാപേക്ഷകൻ 5 വർഷമായി ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് ഉടമയായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും അപേക്ഷിക്കുമ്പോൾ 12 മാസമായി ഇന്ത്യയിൽ താമസക്കാരനുമായ ഒരു വ്യക്തി, അദ്ദേഹത്തിന് രജിസ്ട്രേഷൻ വഴി പൗരത്വം ലഭിക്കാവുന്നതാണ്. OCI കാർഡ്, ഞാൻ OCI കാർഡിനെ പറ്റി താഴേക്ക് പറയുന്നുണ്ട്, എങ്കിലും നമ്മൾ അവിടെ വരെ എത്തുന്നതിന് മുമ്പിട്ട് പുതിയ ആളുകൾക്കൊക്കെ മനസ്സിലാകാൻ വേണ്ടി ഞാൻ ജസ്റ്റ് പറഞ്ഞേക്കാം. OCI കാർഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഒരു ഇന്ത്യൻ വംശജനായ ഒരു വ്യക്തി വിദേശ രാജ്യത്തെ സിറ്റിസൺഷിപ്പ് എടുത്ത് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഒക്കെ റദ്ദ് ചെയ്തിട്ട് അവിടെ താമസിക്കാം. ഇത്രയേ ഉള്ളൂ. ഇന്ത്യക്കാരനാണ്, അദ്ദേഹം ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചു, നേരെ വിദേശ രാജ്യത്ത് ചെല്ലുന്നു, അവിടുത്തെ പൗരത്വം എടുത്ത് അവിടെ താമസിക്കുകയാണ്, അല്ലെ? തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ബന്ധുക്കളൊക്കെ എവിടെ ഉണ്ട്? ഇന്ത്യയിലുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അവരെ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആടിന് ഇന്ത്യയിലേക്ക് വരണം. ഇന്ത്യയിൽ പൗരത്വം റദ്ദ് ചെയ്ത സ്ഥിതിക്ക് ഇനി അദ്ദേഹം ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് വിസ വേണം. അപ്പൊ അതൊരു പ്രൊസീജിയറാണ്, കുറച്ച് ടൈം എടുക്കും. ഒരു എമർജൻസി ആയിട്ട് അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ പ്രയാസമല്ലേ? അപ്പൊ അതുകൊണ്ട് അങ്ങനെ എന്താണ്, ഈ ബന്ധുക്കളെയൊക്കെ സന്ദർശിക്കാൻ വേണ്ടി ഇന്ത്യയിലേക്ക് മൾട്ടിപ്പിൾ എൻട്രി നടത്തുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഏർപ്പെടുത്തിയ ഒരു കാർഡാണ് OCI കാർഡ് അല്ലെങ്കിൽ ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡ്. മനസ്സിലായോ? അത്തരത്തിൽ ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡ് ഉടമയായ ഏതൊരു ഇന്ത്യൻ വംശജനും എന്ത് ചെയ്യാവുന്നതാണ്? 5 വർഷം ഇന്ത്യയിൽ താമസമാക്കുകയും അതുപോലെ തന്നെ അപേക്ഷിക്കുമ്പോൾ 12 മാസമായി ഇന്ത്യയിൽ താമസക്കാരനുമായ വ്യക്തി ആയിരിക്കണം. മനസ്സിലായ? സ്ഥിരമായിട്ട് അവിടെ താമസക്കാരനായിരിക്കണം. ഇത്ര ആളുകൾക്കാണ് രജിസ്ട്രേഷൻ വഴി നമുക്ക് എന്ത് ലഭിക്കുന്നത്? പൗരത്വം ലഭിക്കുന്നത്. ഇത്രയും കിട്ടിയോ? ഇത്ര ഓക്കെ ആണോ? അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ചിരകാലാധിവാസം. രജിസ്ട്രേഷൻ, ചിരകാലാധിവാസം ഒക്കെ നമുക്ക് ഏകദേശം ഒരേ രീതിയിൽ പഠിക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. 7 വർഷം ഇന്ത്യയിൽ താമസിച്ചാൽ ആ വ്യക്തിക്ക് രജിസ്ട്രേഷൻ വഴി പൗരത്വത്തിന് അപേക്ഷിക്കാം. എന്നാൽ ചിരകാലാധിവാസം മൂലം ഇദ്ദേഹത്തിന് പൗരത്വം ലഭിക്കണമെങ്കിൽ ഇദ്ദേഹം 14 വർഷം ഇന്ത്യയിൽ താമസിക്കണം. എത്ര വർഷമാണ്? 14. ഇനി ആർക്കൊക്കെ കിട്ടും? അപേക്ഷകൻ ഇന്ത്യക്കാർക്ക് പൗരത്വം നിഷേധിക്കുന്ന ഏതെങ്കിലും രാജ്യത്തെ പൗരൻ അല്ലെങ്കിൽ, ഇപ്പൊ പാകിസ്ഥാൻകാർക്ക് എന്ത് ചെയ്തിട്ടില്ല? ഇന്ത്യയിൽ പൗരത്വം നൽകാൻ പ്രൊവിഷൻ ഇല്ല. മനസ്സിലായില്ലേ? അപ്പൊ ഏതെങ്കിലും ഒരു വിദേശിയാണ്, അദ്ദേഹം ഇന്ത്യയിലേക്ക് താമസമാക്കുന്നു. മനസ്സിലായില്ലേ? 14 വർഷം അദ്ദേഹം ഇന്ത്യയിൽ താമസിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഏത് രീതിയിൽ പൗരത്വത്തിന് അപേക്ഷിക്കാം? ചിരകാലാധിവാസം മുഖേന പൗരത്വത്തിന് അപേക്ഷിക്കാം. എന്നാൽ ആ വ്യക്തി ഇന്ത്യക്കാർ പൗരത്വം നിഷേധിക്കുന്ന രാജ്യങ്ങളിലെ പൗരന്മാരായിരിക്കരുത്. ഓക്കെ ആണോ? ഇനി അപേക്ഷകൻ ഏതെങ്കിലും രാജ്യത്തെ പൗരനാണെങ്കിൽ ഇന്ത്യയിലെ പൗരത്വത്തിനുള്ള അപേക്ഷ സ്വീകരിക്കപ്പെടുന്ന മുറയ്ക്ക് മുൻ പൗരത്വം ഉപേക്ഷിക്കുമെങ്കിൽ അദ്ദേഹത്തിന് എന്ത് കൊടുക്കുന്നതാണ്? ചിരകാലാധിവാസം മുഖേന പൗരത്വം കൊടുക്കുന്നതാണ്. അതായത് അദ്ദേഹം ഇന്ത്യയിൽ ആ പൗരത്വത്തിനുള്ള അപേക്ഷ നൽകുന്നു. മനസ്സിലാവുന്നുണ്ടോ? മറ്റൊരു രാജ്യത്തെ പൗരത്വം അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? അത് ഉപേക്ഷിച്ച് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ചിരകാലാധിവാസം മൂലം നമ്മൾ എന്ത് കൊടുക്കുന്നതാണ്? പൗരത്വം നൽകുന്നതാണ്. ഇനി പൗരത്വത്തിന് അപേക്ഷിക്കുന്നതിന് മുമ്പുള്ള 12 മാസക്കാലം ഇന്ത്യയിൽ താമസിക്കുകയോ ഇന്ത്യ ഗവൺമെന്റ് സർവീസിൽ പ്രവർത്തിക്കുകയോ ചെയ്ത വ്യക്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹം 14 വർഷമായിട്ട് ഇന്ത്യയിൽ താമസക്കാരനായിരിക്കണം. എന്നിട്ട് ഈ അപേക്ഷ നൽകുന്നതിന് തൊട്ടു മുമ്പുള്ള 12 മാസം അത് എവിടെ കാണണം? ഇന്ത്യയിൽ തന്നെ ഉണ്ടാവണം, ഇന്ത്യയിൽ താമസിക്കണം. ക്ലിയർ ആണോ? മനസ്സിലായോ? യെസ്. അടുത്ത മുകളിൽ പറഞ്ഞ 12 മാസത്തിന് മുമ്പുള്ള 14 വർഷക്കാലം ഇന്ത്യയിൽ താമസിക്കുകയോ അല്ലെങ്കിൽ ഗവൺമെന്റ് സർവീസിൽ പ്രവർത്തിക്കുകയോ ഭാഗികമായി ഒന്നിലും ഭാഗികമായി മറ്റൊന്നിലുമായി ആകെ 11 വർഷമെങ്കിലും ഇന്ത്യയിൽ ചെലവഴിക്കുകയും ചെയ്ത വ്യക്തിയായിരിക്കണം. മനസ്സിലായോ? ഓക്കെ ആണോ? അത്രയും കാര്യം മനസ്സിലായോ? ഇവിടെ ഓർത്തിരിക്കേണ്ടത് 14 വർഷം എന്ത് ചെയ്തിരിക്കണം? ഇന്ത്യയിൽ താമസിച്ചിരിക്കണം. അടുത്ത ഇങ്ങനെയുള്ള വ്യക്തിക്ക് ചിരകാലാധിവാസം വഴി പൗരത്വം ലഭിക്കണമെങ്കിൽ ഒരു കാര്യം കൂടെ അവർ ചെയ്യണം. ഭരണഘടനയുടെ
8ാം ഷെഡ്യൂളിൽ വ്യക്തമാക്കിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഭാഷയിൽ മതിയായ അറിവുണ്ടായിരിക്കണം. അല്ലെ? 8ാം ഷെഡ്യൂളിലെ ഭാഷകൾ. ഇന്ത്യയിലെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാ? 22 ഭാഷ. ആ 22 ഭാഷകളിൽ ഏതെങ്കിലും ഒരു ഭാഷ ആരറിഞ്ഞിരിക്കണം? ഈ ചിരകാല അധിവാസം മൂലം പൗരത്വത്തിന് അപേക്ഷിക്കുന്ന വ്യക്തി അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഇത്രയും സെറ്റാണ്. ഇത്ര ഓക്കെ ആണല്ലോ. അടുത്ത രണ്ടെണ്ണം എളുപ്പമാണ്. അടുത്ത പ്രദേശ സംയോജനം അല്ലേ? അതിന് ഒരെണ്ണം ഉള്ളൂ, പ്രദേശ സംയോജനം. പ്രദേശ സംയോജനം വളരെ എളുപ്പമാണ്. അതായത് ഏതെങ്കിലും ഒരു പ്രദേശം അല്ലെങ്കിൽ മേഖല പുതുതായിട്ട് ഇന്ത്യൻ യൂണിയനൊപ്പം കൂട്ടിച്ചേർത്താൽ അത് കൂട്ടിച്ചേർക്കുന്ന മുറയ്ക്ക് തന്നെ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് എന്ത് കൊടുക്കുന്നതാണ്? ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതാണ്. ഒരുപാട് കാര്യങ്ങളൊന്നും അവിടെ പഠിക്കാനില്ല. ഏതെങ്കിലും ഒരു പ്രദേശം ഇന്ത്യൻ യൂണിയനൊപ്പം ചേർത്താൽ തീർച്ചയായിട്ടും ആ പ്രദേശത്ത് അധിവസിക്കുന്നവർക്ക് എന്ത് കൊടുത്തേ പറ്റൂ? ഇന്ത്യൻ പൗരത്വം കൊടുത്തേ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അതാണ് പ്രദേശ സംയോജനം അല്ലെങ്കിൽ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറീസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അടുത്തയിലേക്ക് പോയാലോടെ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് പോയാലോ? ഒന്നാമത്തെ രീതി ഏതാ? പരിത്യാഗമാണ്. പരിത്യാഗം. പ്രായപൂർത്തിയും പ്രാപ്തിയുമുള്ള ഏതൊരു ഇന്ത്യക്കാരനും ഒരു ഡിക്ലറേഷൻ നൽകുന്നത് വഴി ഇന്ത്യൻ പൗരത്വം നിരാകരിക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. പരിത്യാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വമേധയാ ഒരാൾ ഇന്ത്യൻ പൗരത്വം എന്ത് ചെയ്യുന്നു? ഒരു ഡിക്ലറേഷനിലൂടെ നിരാകരിക്കുന്നു. ഒരുപക്ഷെ അത് എന്ത് ചെയ്തിട്ടുണ്ടാവാം? വിദേശ രാജ്യത്തെ പൗരത്വം നേടിക്കാണും. അങ്ങനെ വിദേശ രാജ്യത്തെ പൗരത്വം നേടുന്ന സമയത്ത് അദ്ദേഹം സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു? ഇന്ത്യയിലെ പൗരത്വം റദ്ദ് ചെയ്യുന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത്? പരിത്യാഗം, റിനൗൺസിയേഷൻ, പരിത്യാഗം. അടുത്തത് നിർത്തലാക്കൽ. ഒരു ഇന്ത്യൻ പൗരൻ സ്വന്തം അറിവോടെയും സമ്മതത്തോടെയും മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ ഇന്ത്യൻ പൗരത്വം എന്താകുന്നു? ഇല്ലാതാകുന്നു. അതാണ് നിർത്തലാക്കൽ. ഇന്ത്യൻ പൗരൻ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തെ പൗരത്വം സ്വന്തം അറിവോടും സമ്മതത്തോടും കൂടി സ്വീകരിക്കുകയാണ്. ആ സമയത്ത് തന്നെ ഇന്ത്യൻ പൗരത്വം എന്ത് ചെയ്യപ്പെടുന്നതാണ്? റദ്ദ് ചെയ്യപ്പെടുന്നതാണ്. അടുത്ത വരുന്നത് പൗരത്വ അപഹാരം. അല്ലെ? കേന്ദ്ര ഗവൺമെന്റിന് ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ കഴിയുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ പൗരത്വ അപഹാരത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നത്? റദ്ദ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം. ഒന്ന്, നമ്മൾ പറഞ്ഞു നേരത്തെ ഈ പറഞ്ഞതുപോലെ രജിസ്ട്രേഷൻ വഴിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പിന്തുടർച്ച വഴിയോ അതല്ലെങ്കിൽ എന്താണ് ഈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി വഴിയോ ഒക്കെ ഇവർക്ക് പൗരത്വം നേടാം. ഇത്തരത്തിൽ പൗരത്വം നേടുന്ന സമയത്ത് ജെനുവിനായിട്ടല്ല പൗരത്വം നേടുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിരകാല അധിവാസം വഴി പൗരത്വം നേടുന്ന ഒരു വ്യക്തി അവർ പറയുന്നു 14 വർഷം അദ്ദേഹം ഇന്ത്യയിൽ താമസിക്കണം, അവസാനത്തെ 12 മാസക്കാലം തുടർച്ചയായിട്ട് ഇന്ത്യയിൽ ഉണ്ടാകണം എന്ന കാര്യങ്ങളൊക്കെ വേണം. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഒരാൾ എന്ത് ചെയ്യുന്നു? ഇത് എന്ന് വെച്ചാൽ മീൻസ് അദ്ദേഹം 14 വർഷം ചിലപ്പോൾ ഇന്ത്യയിൽ താമസം ഉണ്ടാവില്ല, 12 മാസം സ്ഥിരതാമസം ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച് അദ്ദേഹം എന്ത് ചെയ്യാണ്? ഒരു പൗരത്വം നേടുകയാണ് എന്നുണ്ടെങ്കിൽ പൗരത്വ അപഹാരം വഴി അദ്ദേഹത്തിന്റെ പൗരത്വം നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? റദ്ദ് ചെയ്യാവുന്നതാണ്. അതായത് ഒരു പൗരൻ അദ്ദേഹത്തിന്റെ പൗരത്വം വ്യാജമായിട്ട് നേടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യും? ആ പൗരത്വം റദ്ദ് ചെയ്യപ്പെടുന്നതാണ്. അടുത്തത്, ഒരു വ്യക്തി അദ്ദേഹത്തിന് ഇന്ത്യൻ ഭരണഘടനയോട് അനാദരവ് തോന്നിയാൽ അല്ലെങ്കിൽ ഒരു വ്യക്തി ഇന്ത്യൻ ഭരണഘടനയോട് അനാദരവ് പ്രകടിപ്പിച്ചാൽ ഗവൺമെന്റിന് എന്ത് ചെയ്യാവുന്നതാണ്? പൗരത്വ അപഹാരത്തിലൂടെ ആ വ്യക്തിയുടെ പൗരത്വം റദ്ദ് ചെയ്യാവുന്നതാണ്. ഓക്കെയാണ്. ഇനി ഒരു വ്യക്തി യുദ്ധകാലഘട്ടത്തിൽ മറ്റു രാജ്യവുമായിട്ട് ബന്ധം പുലർത്തുകയാണ്. എക്സാമ്പിൾ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം നടക്കുന്നു. ആ സമയത്ത് ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരൻ എന്താണ് പാകിസ്ഥാനൊപ്പം ചേരുന്നു, ശത്രു രാജ്യത്തിനൊപ്പം ചേർന്നാൽ ഗവൺമെന്റ് എന്ത് ചെയ്യും? ആ വ്യക്തിയുടെ പൗരത്വം റദ്ദ് ചെയ്യുന്നതാണ്. മനസ്സിലായോ? ഇത്ര ഓക്കെയാണ്. അതുപോലെ ശ്രദ്ധിച്ചേ, ചിരകാലാധിവാസം മുഖേനയും പൗരത്വത്തിനുള്ള രജിസ്റ്റർ ചെയ്ത പൗരത്വം നേടിയ ഒരു വ്യക്തി 5 വർഷത്തിനകം, അതായത് ഈ പൗരത്വം നേടി 5 വർഷത്തിനകം ഏതെങ്കിലും ഒരു രാജ്യത്ത് 2 വർഷത്തെ തടവ് ശിക്ഷ അനുഭവിച്ചാൽ പൗരത്വ അപഹാരം വഴി അദ്ദേഹത്തിന്റെ പൗരത്വം നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? റദ്ദ് ചെയ്യാവുന്നതാണ്. ഓക്കെയാണോ? ചിരകാലാധിവാസം മുഖേനയോ പൗരത്വ രജിസ്റ്റർ അല്ലെങ്കിൽ പൗരത്വത്തിനുള്ള പൗരത്വം ലഭിക്കുന്നതിന് വേണ്ടി രജിസ്ട്രേഷൻ മുഖേനയോ അദ്ദേഹം പൗരത്വം നേടുകയാണ്. ഈ പൗരത്വം നേടി 5 വർഷത്തിനകം
അദ്ദേഹം ഏതെങ്കിലും ഒരു രാജ്യത്ത് എന്ത് ചെയ്യാണ് 2 വർഷക്കാലം തടവ് ശിക്ഷ അനുഭവിച്ചാൽ ആ വ്യക്തിയുടെ പൗരത്വപഹാരത്തിലൂടെ ഗവൺമെന്റിന് റദ്ദ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഏതൊരു വ്യക്തിയും 7 വർഷം തുടർച്ചയായി ഇന്ത്യക്ക് പുറത്ത് സ്ഥിരതാമസമാക്കിയാലും അദ്ദേഹത്തിന് എന്ത് നഷ്ടപ്പെടുന്നതാണ്? പൗരത്വം നഷ്ടപ്പെടുന്നതാണ്. ചിലപ്പോൾ ചോദിക്കാം, ഒരു ഇന്ത്യക്കാരൻ എത്ര വർഷം തുടർച്ചയായി ഇന്ത്യക്ക് പുറത്ത് അധിവസിച്ചാലാണ് അദ്ദേഹത്തിന് പൗരത്വം റദ്ദാവുന്നത്? എത്ര വർഷമാണ്? 7 വർഷം. എത്ര വർഷമാണ്? 7 വർഷം.